ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാനൊരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പെർഫ്യൂം പരിചയപ്പെടുത്താം. CFS കാർഗോ എക്കോ. ഇതിലെവിടെയും CFS എന്ന് എഴുതിയിട്ടില്ല കേട്ടോ, പക്ഷെ ഇത് ആ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ആണ്. ഇവിടെ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ മുമ്പ് ഇതിന്റെ വലുത് 100 ml പരിചയപ്പെടുത്തിയിട്ടുണ്ട്. CFS ഐസ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് 21 ക്ലബ് ഐസ് വാട്ടർ. ഇത് ഡേവിഡ് ഓഫ് കൂൾ വാട്ടറിന്റെ ഇൻസ്പയർഡ് ആയിരുന്നു. അന്ന് ഞാൻ വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരക്കിടില്ലാത്ത ഒരു വൈബ് തരുന്ന ഒരു ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ ഇൻസ്പയർഡ് ആണ് ഈ പെർഫ്യൂം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിന്റെ ഒരു ചെറുത് ഇതിപ്പോ ഇങ്ങനെ ചെറുതും എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ആ വലുത് ഓൾമോസ്റ്റ് ഒക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. കുറെ നാൾ മുന്നേ കയ്യിലാണ്. എന്റെ ചാനലിൽ ഫസ്റ്റ് കാലത്തൊക്കെ വീഡിയോസിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോ ഇത് ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ വാങ്ങിയതാണ്. ഫ്രാഗ്രൻസ് ആ നെയിമിൽ തന്നെയാണ്, CFS 21 ക്ലബ് തന്നെയാണ്. അപ്പൊ ഇത് ഡേവിഡ് ഓഫ് കൂൾ വാട്ടറിന്റെ ഒരു ഇൻസ്പയർഡ് ആയിരുന്നു. അപ്പൊ ഈ ഒരു കാർഗോ എക്കോ എന്നുള്ള പെർഫ്യൂം ഞാൻ എന്തിനാണ് ഇത് രണ്ടും കാണിച്ചത് വെച്ചാല് അത് ഞാൻ പറയാം. അതിന് വേണ്ടിയിട്ടാണ് രണ്ടും കാണിച്ചത്. ഇതിപ്പോ എന്താ സംഭവിച്ചത് വെച്ചാല് ഇത് കാർഗോ എക്കോ ആണ്. ഇത് 21 ക്ലബ് ആണ്. ഈ 21 ക്ലബ്ബ് പഴയതൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഡേവിഡ് ഓഫ് കൂൾ വാട്ടറിന്റെ വൈബായിരുന്നു. പക്ഷെ ഇതിപ്പോ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് കൂൾ വാട്ടർ ഒന്നും കിട്ടുന്നില്ല. ഇതിന്റെ ഉള്ളില് എന്തോ ഒരു ചെറിയൊരു മാറ്റം ഈ ഒരു സാധനത്തിന് വരുത്തിയിട്ടുണ്ട്. പക്ഷെ ഈ കാർഗോ എക്കോ എന്നുള്ളത് കൂൾ വാട്ടർ ആയിട്ട് നല്ല സിമിലർ ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് രണ്ടും കാണിച്ചത്. ഈ ഒരു പരിപാടി മുമ്പ് ബെല്ലാവിറ്റയും കാണിച്ചിട്ടുണ്ട്. ബെല്ലാവിറ്റ ഫ്രഷ് എന്ന് പറഞ്ഞിട്ട് ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നു. ഞാൻ കുറെ നാൾ മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് എക്കോഡിജിയോ പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ആണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഈ ബെല്ലാവിറ്റ ഫ്രഷ് ഈ അടുത്ത് എനിക്ക് വേറൊരെണ്ണം അവരുടെ ആ ഒരു കോംബോ ഇവിടെ തന്നെ ഉണ്ട്. ഇത് വാങ്ങിയപ്പോൾ ഇതിൽ നിന്ന് ഒരു ബെല്ലാവിറ്റ ഫ്രഷ് കിട്ടിയിരുന്നു. പക്ഷെ ആ ഫ്രഷും ആദ്യത്തെ എക്കോഡിജിയോന്റെ സാധനവും തമ്മിൽ ഒരു ബന്ധമില്ല. ഇതാണ് ഫ്രഷ്. ഈ സെയിം സാധനം തന്നെ പിന്നീട് അവര് ആ നെയിം അവിടെ നിലനിർത്തിക്കൊണ്ട് ഫ്രാഗ്രൻസ് മാറ്റി. അതേ പരിപാടിയാണ് ഇപ്പൊ ഈ CFS ഈ 21 എന്നുള്ള ആ ഒരു പെർഫ്യൂമിന്റെ കാര്യത്തിൽ ചെയ്തത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ കാർഗോ എന്നുള്ളത് ഒരു ഡേവിഡ് ഓഫ് കൂൾ വാട്ടറിന്റെ വൈബ് അവർ കൊണ്ടുവരികയും ചെയ്തു. അതായത് ഈ ഒരു നെയിം കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റതിനെ വേറെന്തോ ചെയ്തതാണ് അവർ. എനിക്കറിയാം എന്താണ് ചെയ്തതെന്നുള്ളത്. അപ്പൊ എന്തായാലും ഇത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ചില കമ്പനികൾ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മള് ഒരു ഫ്രാഗ്രൻസ് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് എടുത്ത് ഉപയോഗിച്ച് കുറെ കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് അതുമായി ബന്ധമില്ലാത്ത ഒരു സെന്റ് ആയിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ ഒരു ബാച്ചൊക്കെ മാറ്റിയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഇപ്പൊ സംഭവിച്ചത് അതാണ്. അപ്പോ ഈ പെർഫ്യൂം ഈ കാർഗോ എക്കോ എന്നുള്ളത് ഇത് നല്ല വൈബ് കേട്ടോ. ഡേവിഡ് ഓഫ് കൂൾ വാട്ടറിന് കിട്ടുന്ന ഒരു നല്ല ആ ഒരു വൈറ്റ് ഫ്ലോറലും പിന്നെ ഫ്രഷ്നെസ്സും സീം നോട്ട്സും എല്ലാം ഉണ്ട്. ചിലർക്ക് ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ ആ 21 ക്ലബിന് അതിന്റെ ഓപ്പണിങ്ങിൽ കൂൾ വാട്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മള് ചിലരൊരു പുൽത്തൈലം പോലത്തെ ഒരു ഫ്രാഗ്രൻസ് അതിന്റെ ഉള്ളിൽ വരാറുണ്ടല്ലോ. അതിലുണ്ടായിരുന്നു. 21 ക്ലബിന്റെ വലുത് വാങ്ങിച്ച സമയത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് ഇതിന്റെ ബാക്കിയുള്ള നോട്ട്സിലേക്കാണ് വരുന്നത്. അതായത് ഫ്രഷ്നെസ് ഉണ്ട്, പിന്നെ ആ ഒരു വൈറ്റ് ഫ്ലോറലും, പിന്നെ ഇത് ഏറ്റവും ഡ്രൈ ഡോണക്ക് വരുമ്പോൾ കൂൾ വാട്ടറിന് കിട്ടുന്ന പോലെ തന്നെ ചെറിയൊരു ടൊബാക്കോ ആംബർ ടച്ച് ഇങ്ങനെ ഇടയിലൂടെ വരുന്ന ആ ഒരു വൈബൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ മറ്റതിൽ ഒരു പുൽത്തൈലം ടച്ചും ഉണ്ടായിരുന്നു. അപ്പൊ കൂൾ വാട്ടർ ചിലർ പറയും ഒരു ഡിറ്റർജന്റ് പോലെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതൊക്കെ. സോ അതൊന്നും ഇവിടെ ഇല്ല, മറ്റതിലുണ്ട്. ഓക്കെ. പക്ഷെ അതിപ്പോ ഇങ്ങനെ സ്നിഫ് ചെയ്ത് നോക്കിയാൽ അതൊന്നും കിട്ടുന്നില്ല. അതിപ്പോ ഫ്രാഗ്രൻസ് മാറിയതുകൊണ്ടാണ്. പഴയത് ഇപ്പോഴും എൻ്റെ അടുത്ത് സെൽഫി ഇരിക്കുന്നുണ്ട്. അതിൽ ഇപ്പോഴും ആ ഒരു പുൽത്തൈലം സ്മെല്ലുണ്ട്. അപ്പൊ എന്തായാലും ഇതിന്റെ ഫ്രാഗ്രൻസ് ഇത് കൂൾ വാട്ടറിന്റെ ഒരു വൈറ്റ് ഫ്ലോറലും ഫ്രഷ്നെസ്സും ചെറിയൊരു ടൊബാക്കോ ഹിന്റൊക്കെ വരുന്ന ടിപ്പിക്കൽ ഒരു കൂൾ വാട്ടറിന് കിട്ടുന്ന പോലത്തെ ഒരു ഫ്രാഗ്രൻസ്. പക്ഷെ കൂൾ വാട്ടർ ചില ആളുകൾക്ക് ഇഷ്ടമാവാതിരിക്കുന്ന ഒരു റീസൺ ആ ഒരു ഡിറ്റർജന്റ് ഫ്രാഗ്രൻസ് ആയിരുന്നു. അത് പക്ഷേ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് അത്ര ഒരു ഭയങ്കര കൂൾ വാട്ടർ ഒരു ക്ലോൺ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ആ ഒരു വൈബ് കീപ്പ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ്. ഇനി ഇതിന്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇത് തീരെ പെർഫോം ചെയ്യാത്ത പെർഫ്യൂമാണ്. ചെറിയ പ്രൈസിന് കിട്ടുന്ന പെർഫ്യൂംസ് ആണ്. സോ ഇതൊരു 1 hour ലെവലിലേക്ക് ഇതിന്റെ പ്രൊജക്ഷൻ ഉള്ളൂ. നമുക്കൊരു 2.5 hours ലെവലിൽ വരെ മാക്സിമം ഇതിന്റെ ഒരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അതിനപ്പുറത്തോട്ടൊന്നും കാര്യമായിട്ടൊന്നും നോട്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല. CFSന്റെ ചില പെർഫ്യൂംസ് ഒക്കെ എനിക്ക് നല്ലതായിട്ട് തോന്നിയതുണ്ട്. അത്യാവശ്യം 5 hours ലെവലിലേക്ക് നിൽക്കുന്നതൊക്കെ ഉണ്ട്. ഒരു DNG തവണയുടെ ഒരു ടോൺ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴെങ്കിലും വീഡിയോ ചെയ്യാം. അതും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിന്റെ വലുതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഫ്രാഗ്രൻസ് ഇഷ്ടമുള്ളതുകൊണ്ട്. അപ്പൊ അതൊക്കെ അത്യാവശ്യം നല്ലോണം നിൽക്കുന്നതായിരുന്നു. ഈ CFSൽ കുറേ പെർഫ്യൂംസ് ഉണ്ട്. ചിലതൊക്കെ നല്ല വൈബ് പെർഫ്യൂംസിന്റെ. പക്ഷെ എല്ലാം ഒരു
ഒരു 2.5 to 3 hours ലെവലിൽ മാത്രമേ പെർഫോമൻസ് വരുന്നുള്ളൂ. പക്ഷെ ചെറിയ പ്രൈസിന് നമ്മളൊരു ട്രാവൽ ഫ്രണ്ട്ലി പെർഫ്യൂംസ് ഒക്കെ നോക്കുന്ന, അല്ലെങ്കിൽ മറ്റ് വേറെ ഒരു നല്ലൊരു പെർഫ്യൂം അപ്ലൈ ചെയ്തിട്ട് അതിനെ റീചാർജ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ നോക്കുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയതാണ് ഇത്തരം പെർഫ്യൂംസ്. സോ എനിവേസ് ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റും, ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ചെറിയ ബഡ്ജറ്റിൽ ഇങ്ങനത്തെ പെർഫ്യൂംസ് നോക്കുന്നുണ്ടെങ്കിൽ. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.